ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ഭാഗവതവാഹിനി അധ്യായം 42. നന്ദനന്ദനനിലെ പരിപൂർണത. ശുഗമുനി കൃഷ്ണാവതാരത്തിൻ്റെ യാഥാർത്ഥ്യം വിശദമാക്കാൻ തുടങ്ങി. കാരാഗൃഹത്തിൽ കഴിഞ്ഞിരുന്ന ദേവകി വസുദേവന്മാർ കാഴ്ചകൾ തികച്ചും ഭ്രാന്തന്മാരെ പോലെയായി തീർന്നു. വിശപ്പില്ലാതെയും ഭക്ഷണം കഴിക്കാതെയും കൃശഗാത്രരായി തീർന്നു. മുടി ഒതുക്കുവാനോ ഉറങ്ങുവാനോ ഭക്ഷണം കഴിക്കുവാനോ ഉള്ള മനസ്സ് അവർക്കുണ്ടായില്ല. നഷ്ടപ്പെട്ട പുത്രന്മാരെക്കുറിച്ചുള്ള ദുഃഖം അവരെ സാവധാനം കാർന്നുകൊണ്ടിരുന്നു. തടവിലെ 2-ാം വർഷത്തിൽ ദേവകിക്ക് 8-ാമത്തെ ഗർഭമുണ്ടായി. അഹോ, അത്യത്ഭുതം തന്നെ! എന്തൊരു പരിവർത്തനമാണിത് വരുത്തിയത്! ദമ്പതികളുടെ വാടിത്തളർന്ന വദനങ്ങൾ വിടർന്ന് താമരകൾ പോലെ ഒരു പുതിയ ശോഭ പൂണ്ടു. വെറും അസ്ഥിയും ചർമ്മവും മാത്രമായി മാറിയിരുന്ന അവരുടെ ശരീരം പുഷ്ടിപ്പെട്ട മാംസളമായി സ്വർണ്ണവർണ്ണത്തിൽ ശോഭിച്ചു. ദേവകിയെ അടച്ചിട്ട കാരാഗൃഹത്തിലെ വായു പരിമളപൂരിതമായി. അത്ഭുതകരമായ പ്രകാശം പരന്നു. വിവരണാതീതമായ ഒരു സംഗീതധ്വനി പതുക്കെ മുഴങ്ങാൻ തുടങ്ങി. കാൽച്ചിലങ്കകളുടെ നാദം കേട്ടു തുടങ്ങി. അത്ഭുതകരമായ ദൃശ്യങ്ങളും ശബ്ദങ്ങളും തന്നെ. ദേവകി വസുദേവന്മാർ ഇവയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും പേടികൊണ്ട് കംസനെ അറിയിച്ചില്ല. ഒരു പക്ഷേ കോപോന്മാദം കൊണ്ട് അയാൾ ഗർഭത്തെ വെട്ടിനുറുക്കിയാലോ? അവൾക്ക് പിറക്കാൻ പോകുന്ന പൈതലിൻ്റെ അസാധാരണ ഭാവിയെപ്പറ്റി ഉത്കണ്ഠാകുലമാവുകയും ഭയാശങ്കകളിൽ അസ്വസ്ഥത പെടുകയും ചെയ്തു. കംസനോ ജീവിതാന്ത്യം സമീപിച്ചുവെന്ന് തിരിച്ചറിഞ്ഞു. സാമ്രാജ്യത്തിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഏകഛത്രാധിപതിയായി നിലനിൽക്കണമെന്ന മോഹം ഉത്കടമായി. നീചമായ ഗൂഢാലോചനകൾക്ക് വശംവദനായി. യദുവംശം, വൃഷ്ണികുലം, ഭോജരാജകുടുംബം, അന്ധകരാജ്യവംശം ഇവരുടെയൊക്കെ രാജ്യങ്ങൾ പിടിച്ചടക്കി സ്വന്തം സാമ്രാജ്യത്തോട് ചേർത്തു. ഭരണാധികാര ദുർമോഹത്താൽ പിതാവായ ഉഗ്രസേനെ കൂടി കാരാഗൃഹത്തിലടച്ചു. തദനന്തരം സമ്പൂർണ്ണ സ്വേച്ഛാധിപതിയായി തീർന്നു. കഥയിലെ ഈ ഭാഗം പറഞ്ഞപ്പോൾ പരീക്ഷിത്ത് ഇടയ്ക്ക് കയറി പറഞ്ഞു, അഹോ, എന്തു പമ്പരവിഡ്ഢിയാണ് ഇത്! തൻ്റെ ജീവിതം അവസാനിക്കാറായി. ദേവകിയുടെ 8-ാമത്തെ ഗർഭത്തിൽ തന്നെ നശിപ്പിക്കാനുള്ള വീരൻ വളർന്നു വരുന്നു. ആകാശവാണി ഒരിക്കലും അസത്യമാവുകയില്ല. ഈ വസ്തുതകളെല്ലാം അറിഞ്ഞിട്ടും അതിമോഹവും വിവരണാതീതമായ ക്രൂരതയും കംസൻ പ്രദർശിപ്പിച്ചുവല്ലോ. ഇത് അവിശ്വസനീയം തന്നെ. ഇത് കേട്ട് ശ്രീശുകൻ പൊട്ടിച്ചിരിച്ചു. മഹാരാജാവേ, നിങ്ങളെപ്പോലെ എല്ലാവരും അവരുടെ അന്ത്യം വരുന്നുവെന്നറിഞ്ഞാൽ അവർക്കധീനമായ സമയത്തെ കാലസ്വരൂപനായ ഭഗവാന്റെ ദിവ്യദർശനം ലഭിക്കാൻ വിനിയോഗിക്കുമെന്ന് വിചാരിക്കുന്നുവോ? അങ്ങയുടേതുപോലെ ശക്തിമത്തായ അഭിലാഷം മനസ്സിലുദിക്കണമെങ്കിൽ പൂർവ്വജന്മ സുഹൃതം തന്നെ വേണം. അത് കൂടിയേ കഴിയൂ. അത് പെട്ടെന്ന് അങ്കുരിക്കുകയില്ല. അങ്ങയ്ക്ക് അന്ത്യകാലം വന്നണയുന്നു എന്നറിഞ്ഞപ്പോൾ അങ്ങ് വ്യാപൃതനായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കംസന് മരണം വരാനിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അയാളുടെ പ്രയത്നങ്ങളും തമ്മിലുള്ള വലിയ അന്തരം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒന്ന് ദൈവികം, മറ്റൊന്ന് ആസുരം. സച്ചിന്തകൾ, സത്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള പ്രേരണ, ഈശ്വര വിശ്വാസം, സർവഭൂതദയ, സന്മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു പോയതിലുള്ള തീവ്ര പശ്ചാത്താപം, സത്യനിഷ്ഠ, അഹിംസ, പ്രേമം എന്നീ ദൈവിക ഗുണങ്ങൾ ഉള്ളവർക്ക് അന്ത്യകാലത്ത് ഈശ്വര ചിന്തയും പുണ്യകർമ്മങ്ങൾ ചെയ്യുവാനുള്ള പ്രേരണയും മാത്രമേ ഉണ്ടാകൂ. അതിനു പകരം സ്വാർത്ഥത, അഹങ്കാരം, ദുരാഗ്രഹം, ദുഷ്ടത, അക്രമം, അധർമ്മം എന്നിവയിൽ മുഴുകിയവർ അന്ത്യനാളുകളിൽ ദുഷ്പ്രേരണകളാൽ പീഡിതരായി തങ്ങളെ തന്നെ നശിപ്പിക്കും. ആദ്യം പറഞ്ഞവർക്ക് കൈവല്യപദം, 2-ാമത്തെ കൂട്ടർക്ക് നരകവും. പുറമേ നിന്ന് വീക്ഷിക്കുന്നവർ കാണുന്നത് ഒരേ തരത്തിലുള്ള അന്ത്യമാണ്, മരണം. പക്ഷേ ഇരു കൂട്ടരും പ്രാപിക്കുന്ന ലക്ഷ്യം വിഭിന്നങ്ങളാണ്. ഇതാകട്ടെ ചുറ്റുപാടുള്ളവർക്ക് കാണാൻ കഴിയുകയില്ല. മരിക്കുന്നവൻ്റെ മനസ്സിലുള്ള ചിന്തകളാണ് അവൻ്റെ ലക്ഷ്യം തീരുമാനിക്കുന്നത്. ജീവനാശം പൊതുവേ ഉള്ളതാണ്. ഭഗവത് ദർശനം അധ്വാനിച്ച് നേടുക തന്നെ വേണം. അത് അനാദൃശ്യമാണ്. അതിലൊരു പഴഞ്ചൊല്ലുണ്ട്, വിനാശകാലേ വിപരീത ബുദ്ധി. നാശം ആസന്നമായാൽ ബുദ്ധി വിപരീതമായി പ്രവർത്തിക്കുന്നു. നാശോന്മുഖരായവർക്ക് മാത്രമേ അത്തരം ദുഷ്ചിന്തകൾ വരികയുള്ളൂ. അവർ മാത്രമേ അവയെ സ്വാഗതം ചെയ്യുകയുള്ളൂ. ഈശ്വര ദർശനത്താൽ അനുഗ്രഹീതരാകേണ്ടവർ
പരിശുദ്ധങ്ങളും ഔന്നിത്യത്തിലേക്ക് നയിക്കുന്നതുമായ ആശയങ്ങളെ മാത്രമേ അന്ത്യകാലത്ത് മുറുകെ പിടിക്കുകയുള്ളൂ. തികഞ്ഞ ആത്മാർത്ഥതയോടെ ശ്രീശുകൻ ഇത്രയും പറഞ്ഞപ്പോൾ മഹാരാജാവ് പറഞ്ഞു, അല്ല, ഇതെൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമല്ല, എൻ്റെ പൂർവാർജിത സുഹൃതവുമല്ല, എൻ്റെ പിതാമഹന്മാരുടെയും പിതാവിൻ്റെയും നന്മയുടെ ഫലം എന്നെ സന്മാർഗത്തിലൂടെ നയിക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാറ്റിലും ഒരു അങ്ങേപ്പോലുള്ള ജ്ഞാനരത്നങ്ങൾ പൊഴിക്കുന്ന പ്രകാശവും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൃപാവർഷത്തിൻ്റെ പവിത്രീകരിക്കുന്ന പ്രഭാവവുമാണ് എന്നിലെ ഭക്തിയും അർപ്പണഭാവത്തെയും ഔന്നിത്യത്തിലേക്ക് നയിക്കുന്നത്. തീർച്ചയായും ഒരുവന് ലഭിക്കുന്ന സംസർഗമനുസരിച്ചാണ് ഹിതകരമോ അഹിതകരമോ ആയ ഫലങ്ങൾ ഉളവാകുന്നത്. എന്നാൽ ഭാഗ്യവശാൽ ഞാൻ പിറന്ന നിമിഷം മുതൽ ഭഗവത് കൃപ എനിക്ക് സംരക്ഷണവും മാർഗദർശനവും നൽകുന്നുണ്ട്. സദ്ഗുണസമ്പന്നരുമായുള്ള സഹവാസം, നീതിമാന്മാർക്കും സദാചാര നിരതരായവരുമായുള്ള സൗഹൃദം, മഹാപണ്ഡിതന്മാരായുള്ളവരുടെ സംസർഗം, മഹാനുഭാവന്മാരായ എൻ്റെ പിതാമഹന്മാരുടെ വിശ്രുത പരാക്രമങ്ങൾ നൽകിയ ഉത്തേജനം എന്നിവയാണ് എന്നെ രൂപാന്തരപ്പെടുത്തിയത്. എൻ്റെ വലത് കൈ മാതിരി വർത്തിച്ച് പ്രജകളെ നല്ല രീതിയിൽ ഭരിച്ച് അവരുടെ ആദരവ് സമ്പാദിച്ച ജ്ഞാനികളും വിവേകികളുമായ സജീവന്മാരുടെ സഹായത്തെയും ഞാൻ ഇത്തരണത്തിൽ അംഗീകരിക്കുന്നു. ഇതൊന്നും ഒരിക്കലും എൻ്റെ യത്നമേ അല്ല. എൻ്റെ ആദർശങ്ങൾ എത്ര അത്യുന്നതങ്ങളായാലും രാജ്യത്തെ പൂർവികർ ഉന്നത പാരമ്പര്യം സ്ഥാപിച്ചില്ലായിരുന്നുവെങ്കിൽ, ഉപദേശിക്കാനും പ്രചോദനം നൽകുവാനും പണ്ഡിതന്മാരും മാമുനികളും ഉണ്ടായിരുന്നില്ലെങ്കിൽ, പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ കർമ്മകുശലരായ സജീവന്മാർ ഇല്ലായിരുന്നുവെങ്കിൽ, ഉന്നത ആദർശങ്ങളെ അഭിനന്ദിക്കുവാനും അനുവർത്തിക്കുവാനും സുപ്രജകളില്ലായിരുന്നുവെങ്കിൽ, അവയ്ക്കെല്ലാം പുളിയുള്ള തൈരിൻ്റെ തുള്ളികളാൽ കേടുവന്ന പാൽപാത്രം പോലെ മാത്രം ആകുവാനേ കഴിയൂ, അല്ലേ? എത്ര നല്ല വിത്തായാലും ഭൂമി ഫലഭൂഷ്ടമല്ലെങ്കിൽ വിളവ് സമൃദ്ധമായി ലഭിക്കുന്നതെങ്ങനെ? അവരിങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ആദർശങ്ങൾ ബാഷ്പീകൃതമാവുകയും എന്നെ പുകഴ്ത്തുന്ന പ്രജകളുടെ ദുർഗുണങ്ങൾ സ്വാംശീകരിച്ച് ഞാൻ കഠിനഹൃദയനായ മറ്റൊരു കംസനായി തീരുകയും ചെയ്യുമായിരുന്നു. കംസൻ്റെ പാപജടിലങ്ങളായ കർമ്മങ്ങൾക്ക് കാരണം ഒരു പരിധിവരെ സാമ്രാജ്യത്തിലെ പണ്ഡിതന്മാരിലും മന്ത്രിമാരിലും മുതിർന്നവരിലും പ്രജകളിലും സഹജമായിരുന്ന ദുർഗുണങ്ങൾ തന്നെയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ആ നിഗമനം ശരിയാണോ എന്ന് തീർപ്പ് കൽപ്പിക്കാനുള്ള യോഗ്യത അങ്ങേക്കാണ്. ശരി, ജീവിതത്തിലെ ബാക്കിയുള്ള ചുരുങ്ങിയ ചില യാമങ്ങളെ മറ്റുള്ളവരിൽ കുറ്റം കാണുന്നതിലും അവയുടെ കാര്യങ്ങളാൽ വിശകലനം ചെയ്ത് കണ്ടുപിടിക്കുന്നതിലും എന്തിന് വൃഥാവ്യയം ചെയ്യുന്നു? ഓരോ നിമിഷവും പാവനമാക്കുക എന്നതാണ് എനിക്ക് ഉത്തമമായിട്ടുള്ളത്. എൻ്റെ പ്രാണവായുവായ ഗോപാലൻ്റെ ജനന സമയത്തെപ്പറ്റി അല്പം വിസ്തരിച്ചു പറഞ്ഞു തരിക. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചക്രവർത്തി പാദപത്മങ്ങളിൽ വീണ് നമസ്കരിച്ച് ശ്രദ്ധയോടെ കേൾക്കുവാനുള്ള വെമ്പലോടെ കണ്ണടച്ചിരുന്നു. കണ്ണൻ്റെ ജനനസമയത്തെ ആശ്ചര്യകരമായ നിഗൂഢ സംഭവങ്ങൾ കേൾക്കുവാൻ അദ്ദേഹം ആനന്ദമായ ആകാംക്ഷയിലായിരുന്നു. ശ്രീശുകൻ തുടർന്നു. ദേവകിയുടെ 7ാമത്തെ ഗർഭത്തിലെ ഭ്രൂണത്തെ എടുത്ത് വാസുദേവൻ്റെ പത്നി രോഹിണിയുടെ ഗർഭത്തിലാക്കി. അക്കാലത്ത് രോഹിണി നന്ദഗോപൻ്റെ രക്ഷയിൽ ഗോകുലത്തിലായിരുന്നു. ഇങ്ങനെ ചെയ്തത് ആ ശിശു വളർന്ന് ഗോപാലന് ഒരു സഹായിയുമായി തീരട്ടെ എന്ന് കരുതിയാണ്. രോഹിണി ഒരു ആൺപ്രജയെ പ്രസവിച്ചു. കുലഗുരു ആ ബാലന് ബലരാമൻ എന്ന് നാമകരണം ചെയ്തു. അസാമാന്യ ശരീരബലമുള്ളതിനാലും നിഷ്കളങ്കത കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും എല്ലാവരെയും രമിപ്പിക്കുന്നതിനാലുമാണ് ബാലൻ അങ്ങനെ പേരിട്ടത്. ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റപ്പെട്ടതിനാൽ അവന് സംഘർഷണൻ, ആകർഷിക്കപ്പെട്ടവൻ, വരുത്തപ്പെട്ടവൻ എന്നും പേരിട്ടു. അതിനിടയിൽ ദേവകിയുടെ അഷ്ടമഗർഭം 9 മാസം പൂർത്തിയാക്കി. പ്രസവം നടന്നാൽ ഏതു നിമിഷവും എന്തും സംഭവിക്കാം എന്ന മനോബലം ഉണ്ടായിരുന്നതിനാൽ മാതാപിതാക്കൾ സ്വന്തം പ്രാണൻ തന്നെ കൈപ്പിടിയിലൊതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു. അവരെ ശിക്ഷിക്കുവാനോ താൻ പേടിച്ച ശത്രുവിനെ നശിപ്പിക്കുവാനോ വേണ്ടി കംസൻ എന്തു ചെയ്യും എന്ന ചിന്തയിൽ അവർ ഭയചകിതരായി, നിസ്സഹായരായി. തീവ്ര ദുഃഖത്തോടെ ഭക്ഷണമോ ഉറക്കമോ ഇല്ലാതെ അവർ കഴിച്ചുകൂട്ടി. ഗർഭം 9 മാസം പൂർത്തിയായി നിറഞ്ഞതോടെ കുട്ടി രക്ഷപ്പെടാതിരിക്കാനുള്ള മുൻകരുതലുകൾ കംസൻ സ്വീകരിച്ചു. ദേവകി വസുദേവന്മാരുടെ കൈകാലുകൾ ചങ്ങലയാൽ ബന്ധിക്കാൻ കൽപ്പിച്ചു. കൂടുതൽ പ്രബലങ്ങളായ ഉപകരണങ്ങൾ കൊണ്ട് കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ ബന്ധിച്ചു. തടവുമുറിക്ക് ചുറ്റും പൂർവാധികം ബലിഷ്ഠരും ജാഗരൂകരുമായ ധാരാളം കാവൽക്കാരെ ഏർപ്പെടുത്തി.
5 നിമിഷം തോറും തടവുകാർ മുറിക്കുള്ളിൽ തന്നെയില്ലേ എന്ന് പരിശോധിക്കുവാൻ ചട്ടം കെട്ടി. ശിശുവിൻ്റെ ജനനം എങ്ങനെയുള്ളതായിരിക്കുമെന്നും തദനന്തരം എന്തെല്ലാം സംഭവിക്കുമെന്നും ചിന്തിച്ച് കംസന് നിരന്തരം മനക്ലേശവും ഉത്കണ്ഠയും ഉണ്ടായി. പക്ഷേ ദൈവസങ്കല്പമനുസരിച്ച് നടക്കുന്നതിനെ ആർക്ക് തടയുവാൻ കഴിയും? ആ ദിവ്യനിഗൂഢമായ ആർക്കെങ്കിലും തുളച്ചു നോക്കുവാൻ ഒക്കുമോ? സത്യം മനസ്സിലാക്കുക, ദിവ്യതയെ തിരിച്ചറിയുക, ഈശ്വരശക്തിയെ ഉൾക്കൊള്ളുക എന്നിവയ്ക്കുള്ള കഴിവെല്ലാം ഇല്ലാത്തവരും ഈശ്വരവിശ്വാസം ഇല്ലാത്തവരുമായ വിഡ്ഢികൾ അവരുടെ നിസ്സാര പദ്ധതികൾ അവരെ രക്ഷിക്കും എന്ന വ്യാമോഹം വച്ചു പുലർത്തുന്നു. സ്വപ്രയത്നത്താൽ വിജയിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഈശ്വര അനുഗ്രഹമില്ലാതെ ഒരു വിജയവും കിട്ടുകയില്ല എന്നതാണ് പരമാർത്ഥം. ഇത് സത്യമാണെങ്കിലും ദൈവം നിശ്ചയിക്കുമ്പോൾ നടക്കും എന്ന് ചിന്തിച്ച് നാം വെറുതെ കൈകെട്ടിയിരിക്കുന്നതിൽ അർത്ഥമില്ല. അതോടൊപ്പം മനുഷ്യ പ്രയത്നവും അത്യാവശ്യമാണ്. അവൻ പ്രയത്നിച്ച് നോക്കുക തന്നെ വേണം. തനിക്കതീതമായ സകല ശക്തിയെയും സാമർഥ്യവും വിനിയോഗിക്കണം. വിജയത്തിൻ്റെ ഉത്തരവാദിത്വം ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് പ്രയത്നിക്കണം. ഈശ്വര കാരുണ്യം ഇല്ലെങ്കിൽ പ്രയത്നങ്ങൾ ഒന്നും തന്നെ സഫലമാവുകയില്ല. ഒരു രാത്രി തടവുമുറിയിൽ നിലത്ത് കിടന്നിരുന്ന ദേവയ്ക്ക് പ്രസവ വേദന ആരംഭിച്ചു. ഈശ്വരനിൽ മനസ്സുറപ്പിച്ച് മുറിയിലെ എണ്ണവിളക്കിൻ്റെ നാളത്തിൽ ഏകാഗ്രമായി നോക്കി ഉത്കണ്ഠയോടെ അവർ സ്വയം ചോദിച്ചു, എനിക്കെന്താണ് സംഭവിക്കുക? ഭാവിയിൽ എനിക്കെന്താണ് കരുതി വച്ചിരിക്കുന്നത്? പെട്ടെന്ന് വിളക്കിൻ്റെ നാളം അണഞ്ഞുപോയി. മുറിയിൽ ഊരാക്കുറ്റിട്ടായി. അപ്പോൾ പെട്ടെന്ന് അപൂർവ ശോഭയോടെ ഒരു തേജോരൂപം തൻ്റെ മുന്നിൽ നിൽക്കുന്നതായി ദേവകി കണ്ടു. ആരായിരിക്കും അതെന്ന് ആസ്വാദ്യ അത്ഭുതപ്പെട്ടു. ഒരു പക്ഷേ കംസൻ ഈ രൂപം പൂണ്ടതായിരിക്കുമോ എന്ന് ഭയപ്പെട്ട് അവർ വസുദേവനെ വിളിച്ചു. ദേവകിക്ക് ആകെ ചിന്താക്കുഴപ്പവും തൻ്റെ മുന്നിൽ കാണപ്പെട്ട പ്രതിഭാസം സത്യത്തിൽ ആരാണെന്ന ആശങ്കയും ഉണ്ടായി. പെട്ടെന്ന് ആ രൂപം വ്യക്തമായി. ശംഖുചക്രഗദാധാരിയായ ആ രൂപത്തിൻ്റെ 4ാമത്തെ കൈ അഭയമുദ്രയായിരുന്നു. ആ രൂപം മൃദുലമായി പറഞ്ഞു, വ്യസനിക്കേണ്ട, ഞാൻ നാരായണനാണ്. ആത്മാർത്ഥമായ തപസ്സിനാൽ എന്നെ പ്രത്യക്ഷപ്പെടുത്തിയപ്പോൾ അന്ന് നിനക്ക് ഞാൻ നൽകിയ പ്രതിജ്ഞ നിറവേറ്റിക്കൊണ്ടും നിന്റെ ദുരിതങ്ങളെ പാടെ തുടച്ചു നീക്കുവാനായി ഉദ്ദേശിച്ചുകൊണ്ടും അല്പനിമിഷത്തിനുള്ളിൽ ഞാൻ നിന്റെ പുത്രനായി ജനിക്കാൻ പോകുന്നു. എന്നെക്കുറിച്ച് ഉത്കണ്ഠ വേണ്ട. ഇനി അരങ്ങേറാൻ പോകുന്ന നാടകത്തിന് കേവലം സാക്ഷിയാകൂ. എനിക്ക് അല്പമെങ്കിലും ഉപദ്രവം ഏൽപ്പിക്കാൻ പ്രാപ്തിയുള്ളവരായി ആരും തന്നെ ഈ 14 ലോകങ്ങളിലും ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുകയുമില്ല. അത് ഉറപ്പിച്ചുകൊള്ളൂ. സ്വന്തം കുഞ്ഞിനോടുള്ള മമത കൊണ്ട് നിനക്ക് സ്വല്പം മനഃചാഞ്ചല്യമുണ്ടായാലും മായ താൽക്കാലികമായി മനസ്സിനെ മങ്ങലേൽപ്പിച്ചാലും എന്നെ നിജപ്രകൃതി വെളിവാക്കുന്ന ചമൽക്കാരങ്ങൾ ഉടനെ കാണുമാറാകും. ഞാൻ ജനിച്ച ഉടനെ നിങ്ങളുടെ കൈകാലുകളിലെ ചങ്ങലകൾ അഴിഞ്ഞു വീഴും. കാരാഗൃഹത്തിൻ്റെ പൂട്ടിയ വാതിലുകൾ താനെ തുറക്കും. എന്നെ ഇവിടെ നിന്ന് ഒരാളും അറിയാതെ നന്ദൻ്റെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോയി അയാളുടെ പത്നിയായ യശോദയുടെ അരികിൽ കിടത്തുക. അവൾക്ക് ഇപ്പോൾ പ്രസവ നോവ് തുടങ്ങിയിരിക്കുന്നു. അവൾക്ക് ജനിക്കുന്ന പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിന്റെ അരികിൽ കിടത്തുക. പിന്നെ കംസന് വിവരമറിയിക്കൂ. അയാൾക്ക് വിവരം കിട്ടുന്നതുവരെ മധുരയിലെയോ ഗോകുലത്തിലെയോ ഉള്ള ഒരാളും നിന്നെ കാണുകയോ തടവിലാക്കുകയോ ഇല്ല. ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം ഞാൻ സജ്ജീകരിച്ചു കൊള്ളാം. ദിവ്യ തേജസ്സോടെ പ്രകാശിച്ച ഭഗവാൻ ദേവകി വസുദേവന്മാരെ അനുഗ്രഹിച്ച് ഒരു പ്രഭാഗോളത്തിൻ്റെ ആകൃതിയിൽ ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ കുഞ്ഞ് ഭൂജാതനായി. സമയം രാവിലെ 3:30. പാവന ബ്രഹ്മമുഹൂർത്തം. വിഷ്ണുമായ മോഹിപ്പിക്കുന്ന ആ ദിവ്യശക്തി കാരാഗൃഹത്തിലെ എല്ലാ പാറാവുകാർക്കും പെട്ടെന്ന് ഉറക്കം വരുത്തി. അവർ വെട്ടിയിട്ട മരത്തടികൾ പോലെ അതാത് സ്ഥാനങ്ങൾ വീണു മയങ്ങി. വസുദേവൻ്റെ കൈകാലുകൾ ബന്ധിച്ചിരുന്ന കട്ടിയുള്ള ഇരുമ്പ് ചങ്ങലകൾ ഞൊടിയിടയിൽ അഴിഞ്ഞു വീണു. വാതിലുകളും കവാടങ്ങളും മലക്കെ തുടർന്നു. നിശയുടെ ഘോരാന്ധകാരത്തിലാണ്ട് യാമങ്ങളായിരുന്നുവെങ്കിലും കുയിൽ പെട്ടെന്നുള്ള ആനന്ദ തള്ളിച്ചയാൽ കൂകി. തത്തമ്മകൾ അവർ അനുഭവിച്ച സ്വർഗീയാനന്ദരം വിളംബരം ചെയ്തു. താരകങ്ങൾ ആനന്ദത്തിൽ പുഞ്ചിരികൊണ്ട് മിന്നിത്തിളങ്ങി. വരുണൻ ഭൂമിയിൽ മഴയാൽ പുഷ്പവൃഷ്ടി നടത്തി. തടവുമുറിക്ക് ചുറ്റുമുള്ള പക്ഷിക്കൂട്ടങ്ങൾ മധുരമായ ഈണത്തിൽ ഗാനാലാപനം നടത്തി. ഇതെല്ലാം ഭഗവാന്റെ വശ്യശക്തിയെ ആവിഷ്കരിക്കുകയാണെന്ന് വസുദേവൻ ഗ്രഹിച്ചു. അദ്ദേഹം കുഞ്ഞിന് നേരെ കണ്ണോടിച്ചു. ആ കാഴ്ച കണ്ട് അമ്പരന്നു.
കണ്ടതു നേരോ എന്ന് സ്വയം ചോദിച്ചു. അതോ അതൊരു മതിഭ്രമമാണോ? ഒരു സ്തംഭം കണക്കെ അദ്ദേഹം നിന്നേടത്ത് തന്നെ നിന്നു. രാജാവേ, കുഞ്ഞിനു ചുറ്റും അത്യുജ്വലമായ പ്രഭാവലയം. അച്ഛനമ്മമാരെ നോക്കി കുഞ്ഞു പൊട്ടിച്ചിരിച്ചു. കുഞ്ഞു വല്ലതും സംസാരിക്കാൻ തുനിയുകയാണോ എന്ന് തോന്നി. അതെ, ഇപ്പോൾ താമസം വിന എന്നെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന വാക്കുകൾ അവർ കേട്ടു. വസുദേവർ ഒട്ടും താമസിയാൻ വരുത്തിയില്ല. മുള കൊണ്ടുള്ള പായയിൽ പഴയ ഒരു മുണ്ട് വിരിച്ച് അതിൽ ശിശുവിനെ കിടത്തി. അദ്ദേഹം ദേവകിയുടെ പഴയ ഒരു ചേലയിൽ നിന്നും ഒരു ഭാഗം ചീന്തിയെടുത്ത് ശിശുവിനെ അതുകൊണ്ട് മൂടി. പിന്നെ മയങ്ങുന്ന കാവൽക്കാരെ മറികടന്ന് തുറന്ന വാതിലിലൂടെ പ്രവേശന കവാടങ്ങളിലൂടെയും നടന്ന് പുറത്തു കടന്നു. ആകാശത്തിൽ നിന്നും പതിക്കുന്ന ചെറിയ മഴത്തുള്ളികൾ കൊണ്ട് നവജാത ശിശു നനഞ്ഞു പോമല്ലോ എന്നോർത്ത് വസുദേവർ വിസനിച്ചു. പക്ഷേ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കുഞ്ഞ് നനയാതിരിക്കാൻ ആദിശേഷൻ പടം വിടർത്തി കുടയായി കുഞ്ഞിനു മീതെ പിടിച്ചിട്ടുകൊണ്ട് പിന്നാലെ വരുന്നത് കണ്ടു. ഓരോ അടി വയ്ക്കും തോറും വാസുദേവൻ ശുഭകരവും അനുകൂലവുമായ സൂചനകൾ കണ്ടു. സൂര്യോദയമായിട്ടില്ലെങ്കിലും എല്ലാ പൊയ്കകളിലും താമരപ്പൂക്കൾ വിടർന്ന് വസുദേവന് നേരെ ചാഞ്ഞ് നിന്നിരുന്നു. നിലാവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത രാത്രിയായിരുന്നുവെങ്കിലും ആ ദിവ്യ ശിശുവിനെ ഒരു നോക്ക് കാണുവാനുള്ള വെമ്പൽ കൊണ്ട് പോലെ പൂർണ്ണചന്ദ്രൻ മേഘപാളികൾക്കിടയിലൂടെ എത്തി നോക്കി. വഴിയിലുടനീളം കുഞ്ഞ് കിടക്കുന്ന പായെ മാത്രം തൻ്റെ ശീതളകിരണങ്ങളിൽ ചൊരിഞ്ഞ് പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശുഭശകുനങ്ങളെല്ലാം ആകർഷിച്ചു വരുത്തിയ ശിശുവിനെ നന്ദഗോപൻ്റെ ഗൃഹത്തിൽ കിടത്തി. അപ്പോൾ മാത്രം പിറന്ന യശോദയുടെ പൈതലിനെ അവിടെ നിന്നും എടുത്തുകൊണ്ടുവന്ന് ദേവകിയുടെ കൈകളിൽ വസുദേവൻ വെച്ചുകൊടുത്തു. ഇത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ കരച്ചിൽ നിർത്താൻ കഴിഞ്ഞില്ല. ശുകൻ്റെ അധരങ്ങളിൽ നിന്നും ആ വാക്കുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരീക്ഷിത്ത് ആശ്ചര്യപൂർവ്വം ഉറക്കെ പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ. ഏവരും ചക്രവർത്തിയുടെ നേരെ തിരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് തിടുക്കത്തിൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ വലതു കാലിൻ്റെ പെരുവിരലിൽ കൊത്തിയ ശേഷം ഒരു നാഗം അവിടെ നിന്നും അതിവേഗം ഇഴഞ്ഞകലുന്നത് കണ്ടു. അന്ത്യം വന്നു കഴിഞ്ഞുവെന്ന് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും പരീക്ഷത്തിൻ്റെ വാക്കുകൾ പ്രതിധ്വനിക്കും വിധം കൃഷ്ണ കൃഷ്ണ ദ്വാരകാവാസ വൃന്ദാവന വിഹാരി എന്ന് ആവർത്തിച്ചു. ആ ജനസമുദ്രത്തിന് ഈശ്വരനെ പറ്റിയല്ലാതെ മറ്റൊരു ചിന്തയുമില്ല. ഈശ്വരന് നാമമല്ലാതെ മറ്റൊന്നും ഉച്ചരിക്കാനുമില്ല. കൃഷ്ണ കൃഷ്ണ എന്നുച്ചരിച്ചുകൊണ്ട് ചക്രവർത്തി നിലംപതിച്ചു. പണ്ഡിതർ വേദപ്രാർത്ഥനകൾ ചൊല്ലി. ഭക്തന്മാർ കൂട്ടത്തോടെ നാമസങ്കീർത്തനത്തിൽ മുഴുകി. ഋഷികളും മുനികളും ജപധ്യാനങ്ങളിൽ നിമഗ്നരായി. ശ്രീശുകൻ അന്തരംഗത്തിലെ ദിവ്യാനന്ദത്താൽ കണ്ണീർ പൊഴിച്ചു. അദ്ദേഹം പ്രഖ്യാപിച്ചു, മഹാരാജാവ് ഗോപാലനിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ശവദാഹ പ്രക്രിയകൾ ചെയ്യണം എന്ന ആഗ്രഹമറിയിച്ച് അദ്ദേഹം ആരുടെയും കണ്ണിൽപ്പെടാതെ പോയി. ശുകൻ എന്ന വാക്കിന് തത്ത എന്നർത്ഥം. അതെ, അദ്ദേഹം വേദാന്ത വൃക്ഷത്തിൽ നിന്ന് അമൃതനിർഭരമാർന്ന പഴുത്ത ഫലമായ ഭാഗവതം കൊത്തിയെടുത്ത് ലോകത്തിന് രുചിയറിയുവാനും സംപോഷണത്തിനും നൽകി. ലോകം അതിൻ്റെ രുചി ആസ്വദിക്കട്ടെ, അതിനാൽ സുശക്തമാകട്ടെ, അത് നൽകുന്ന ആത്മീയാനന്ദം അനുഭവിക്കട്ടെ. മാനവരാശി നന്ദനന്ദനനെ പ്രാപിക്കട്ടെ. സായിറാം.